ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉഴുന്ന് കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സ്വീറ്റാണിത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണേ. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് 1 കപ്പ് അളവിലാണ് കേട്ടോ ഉഴുന്ന് എടുക്കുന്നത്. ഉഴുന്ന് ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുള്ളത് നന്നായിട്ട് കഴുകി ഉണക്കി സൂക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള 1 കപ്പ് അളവിലുള്ള ഉഴുന്ന് നമുക്ക് പാനിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉഴുന്ന് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വരണം, അതുവരെ നമുക്കൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും ആദ്യം നമ്മുടെ ഉഴുന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ ഉഴുന്നെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ പൊട്ടുകടലയാണ്. പൊട്ടുകടല എന്ന് പറയുന്നത് നമ്മുടെ മിക്സ്ചറിലൊക്കെ ചേർക്കാണില്ലേ പൊട്ടുകടല, അത് തന്നെയാണ്. ആ പൊട്ടുകടല ചേർക്കുന്നത് കേട്ടോ. ഒരു 1/4 കപ്പ് അളവിലാണ് ചേർക്കുന്നത്. ഈ പൊട്ടുകടലയ്ക്ക് പകരം നമുക്ക് ഇതിലേക്ക് ചെറുപയർ പരിപ്പുണ്ടല്ലോ, നമ്മൾ പരിപ്പ് വയ്ക്കുന്ന ചെറുപയർ പരിപ്പ്, അതും ചേർക്കാവുന്നതാണ്. ഇനി നല്ല രീതിക്ക് നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉഴുന്നിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഒരല്പസമയം കൂടി ഞാനിതൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് ഇതിനൊന്ന് കളറ് മാറി വരുന്നുണ്ട്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞടുത്തുണ്ട് കേട്ടോ. ആളുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണേ. ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്തത് ഇതുപോലെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും, അത് സാരമില്ല. നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിക്കണം എന്നുള്ള ആവശ്യമില്ല. ഈ ഒരു രീതിക്കാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ചെറിയൊരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെക്കുകയാണേ. ഇനി നമുക്ക് ശർക്കര പാനിയും തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു അളവിൽ ഈ ഒരു ശർക്കര നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി. അപ്പോൾ ഇനി നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വരണം, നല്ല രീതിക്ക് ഒന്ന് ഉരുകി കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കര ഇങ്ങനെയൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ചെറിയതായിട്ടൊന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടുത്തൊരു അടുപ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതേ അടുപ്പിലേക്ക് തന്നെ മറ്റൊരു പാത്രം നമുക്ക് വയ്ക്കാം. ഇതുപോലെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം ഒന്ന് ഉരുകി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നല്ല രീതിക്ക് നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് നെയ്യ് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. ആ കട്ടകളൊക്കെ നല്ലതുപോലെ തന്നെ നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ. ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഉഴുന്നിൻ്റെയും അതുപോലെ തന്നെ ആ പൊട്ടുകടലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ നെയ്യിൽ ചേർന്നിട്ടുള്ള മണമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാവുന്നതാണ് കേട്ടോ. ശർക്കര പാനിൽ ചെറിയ പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. അതിൻ്റെ പേരിൽ ഒന്ന് അരിച്ച് വേണം ചേർക്കാനായിട്ട്. ശർക്കര പാനി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് കുറുകി വരും കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ പേരിൽ കൈയെടുക്കാതെ തന്നെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ കട്ടയെല്ലാം നേരത്തെ മാറ്റിയതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ കട്ട ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഞാൻ എടുത്ത് പറഞ്ഞത്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവുമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോകും കേട്ടോ. ആ കട്ടകൾ പൊടിയാൻ പിന്നെ പാടായിരിക്കും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കേണ്ടതായിട്ടുണ്ട്. 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പാലെടുക്കുന്നത്. പാല് ചേർക്കുമ്പോഴത്തേക്കും വീണ്ടും ഇത് ലൂസായി തുടങ്ങും കേട്ടോ. കട്ടയൊന്നും പിടിക്കില്ല. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്.
പാലും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലും നമ്മുടെ ശർക്കര പാനിയും ഒരുമിച്ച് ചേർക്കാതിരുന്നത് എങ്കിൽ പിന്നെ ചിലപ്പോൾ പാൽ പിരിഞ്ഞ് പോകും കേട്ടോ. അതിൻ്റെ പേരിൽ ആദ്യം നമ്മൾ ശർക്കര പാനി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം പിന്നീട് പാൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ഏലക്കാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി വീണ്ടും ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ കുഴഞ്ഞ ടൈപ്പിലാണുള്ളത്, അതൊന്ന് മാറി കിട്ടണം നമുക്ക്. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരല്പം നേരം ഞാൻ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളകി മാറും. ഇതുപോലെ നമ്മുടെ മൈസൂർ പാക്കൊക്കെ ഇങ്ങനെ ഇളകി മാറില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നേരെ തന്നെ ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമ്മൾ സാധാരണ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലും മതിയാവും. ഇനി ഇത് നേരെ തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് മാറ്റാം. പേപ്പറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ടേ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ തിരിച്ച് വയ്ക്കുകയാണ്. തിരിച്ച് വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്യണേ. ഇതുപോലെ ഞാനിതൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഈ 2 സൈഡും ഒന്ന് ഫസ്റ്റിൽ ആദ്യം തുടക്കം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിനായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. അതായത് എത്രത്തോളം സോഫ്റ്റാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെയാണ് ഈ പീസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അത്രയും മാവിൽ നിന്നും ഇത്രയും പീസുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ദാൽ സ്വീറ്റാണിത്. ഉഴുന്നുകൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1 വീക്ക് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതല്ല നമുക്ക് പുറത്ത് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ 2 ദിവസം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് പാലൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് നാൾ അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല. പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 6 മുതൽ 7 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഒരു സ്വീറ്റ് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാർ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.